പടം മാറ്റുവാൻ ഏറെ ശ്രമിച്ചവർ മാറി നിൽക്കും. നിദ്രയായി തോന്നും കിടപ്പൊന്നു കാണുവാൻ കഴിയാതെ അവരും തല താഴ്ത്തിടും. നിദ്രയായി തോന്നും കിടപ്പൊന്നു കാണുവാൻ കഴിയാതെ അവരും തല താഴ്ത്തിടും. മയ്യത്തിനരികത്ത് മൗനമായി നിന്നവർ ഉള്ളുകൊള്ളും. ചങ്ങായിമാരെ എന്തൊക്കെയുണ്ട്, സുഖമാണല്ലോ അല്ലേ? ഞാൻ കമറുദ്ദീൻ BA ഗ്രൂപ്പ്, ബൺപത്തടുക്ക, കാസർഗോഡ്. ഇവിടെ മനോഹരമായ ഒരു വീട് വിൽപ്പനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ പുതിയ വീടാണ്. ഓക്കെ, മാത്രമല്ല ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ഇരുമ്പാണ്, ഫുള്ള് ഇരുമ്പാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട് വരുന്നത് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ പാട്ലടുക്ക ബസ് റൂട്ടിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. കണ്ടല്ലോ വീട്. ഇതിൻ്റെ പോസ്റ്റ് നമ്പർ 435 കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ കണക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വീട് കണ്ടല്ലോ, പുതിയ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് 19 സെൻറ്റ് സ്ഥലമാണ്. റെക്കോർഡ് പ്രകാരം 19 സെൻറ്റ് സ്ഥലമാണ്. എന്നാൽ ഇവിടെ സ്ഥലം 25 സെൻറ്റോളം സ്ഥലമുണ്ട്. പിന്നെ റെക്കോർഡിലുള്ളത് 19 സെൻറ്റ് സ്ഥലമാണ്. ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാടകയൊക്കെ കൊടുത്ത് കഷ്ടപ്പെടുന്നവർക്ക്, ചെറിയ നിസാര വിലക്കൊരു വീട് ആവശ്യപ്പെടുന്ന ആൾക്കാർക്കായിട്ടാണ് ഈ ഒരു വീട് സമർപ്പിക്കുന്നത്. അപ്പോൾ അത്തരം വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു വീടാണ്. നിസാര വിലക്ക് കിട്ടുന്ന ഒരു ചെറിയ വീട്. ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു സ്ഥലവും സംബന്ധിച്ചിടത്തോളം ഇതൊരു നിസ്സാര വില തന്നെയാണ്. 2 ബെഡ്റൂമും ഒരു ഓഫീസും റൂമും അടങ്ങുന്നതാണ് ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഫ്ലോർ വർക്ക്, ടൈൽസ് പെൻഡിങ് ഉണ്ട്. പിന്നെ ബാക്കി തേപ്പും കാര്യങ്ങളൊക്കെ ആയതാണ്. മാട് കണ്ടല്ലോ, ഫുള്ള് ഇരുമ്പാണ്. ഓക്കെ, കണ്ടല്ലോ, ഫുള്ള് ഇരുമ്പിട്ട മാടാണ്. ഇതിൽ മരമെന്ന് പറയാൻ ഒരു തരി പോലും മരമില്ല. ഇത് റൂമിൻ്റെ കാഴ്ചയാണ്, ഫ്രണ്ട് റൂമാണ്. വീടിൻ്റെ മാട് കണ്ടല്ലോ. എങ്ങനെ നോക്കിയാലും ഒരു ചുരുങ്ങിയത് 10-50 വർഷത്തേക്ക് ഒരു പേടിയുമില്ലാതെ താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ്. മാടിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ ഒരു പുതിയ വീടാണ്. കണ്ടല്ലോ. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുകയാണ്, ഞാൻ ഫുള്ള് കിലോമീറ്റർ കണക്കൊക്കെ ഇതിൽ കൊടുത്തിരിക്കുകയാണ്, എങ്ങനെ ഏതൊക്കെയാണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ കന്യപ്പാടി പാട്ലടുക്ക എന്ന സ്ഥലത്ത് നിന്ന് വെറും 500 മീറ്റർ മൺ റോഡാണ്. ആ മൺ റോഡ് എന്ന് പറഞ്ഞാൽ ലെവൽ റോഡാണ്. ഒരു ഇറക്കമെന്ന് പറയാൻ വലിയൊരു ഇറക്കമുള്ള റോഡൊന്നുമല്ല. മൺ റോഡായാലും ഇറക്കമുള്ള റോഡല്ല, ലെവൽ റോഡാണ്. അതുപോലെ തന്നെ ലെവൽ സ്ഥലവും കൂടിയാണ്, നല്ല മണ്ണിൻ്റെ ഏരിയയും കൂടിയാണ്. ഈ 19 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല മണ്ണിൻ്റെ ഏരിയയാണ്. കൂടാതെ ഇവിടെ 2 തെങ്ങുണ്ട്. പിന്നെ നിലവിലെ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പൈപ്പ് ലൈൻ വെള്ളമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ ബോർവെൽ ചെയ്തിട്ടില്ല, ബോർവെലോ കിണറോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വീട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ബോർവെൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതിൽ ബോർവെൽ ഒന്നും ചെയ്യാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഏത് മതസ്ഥർക്കും പറ്റിയ വീടാണ്. അതുപോലെ തന്നെ ചുറ്റും എല്ലാ മതസ്ഥരും, അത്യാവശ്യം സൈലൻ്റ് ഏരിയ ആണെങ്കിൽ പോലും ഇത് എല്ലാ മതസ്ഥരും മിക്സായി കിടക്കുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, കണ്ടല്ലോ, സ്ഥലം കണ്ടല്ലോ. അപ്പോൾ ഇതിന് ഫിക്സഡ് റേറ്റാണ്. ഉടമസ്ഥൻ ആവശ്യപ്പെടുന്നത് 13.5 ലക്ഷം രൂപയാണ്. അത് ഫിക്സഡ് റേറ്റാണ്, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. നീക്ക് പോക്കിന് തയ്യാറല്ല. ഇതൊരു ഫിക്സഡ് റേറ്റാണ്. അപ്പോൾ വീടിൻ്റെ പിറകോശം കാര്യങ്ങളൊക്കെ കാണുക. പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ബാത്റൂം നിലവിൽ ഇപ്പോൾ പുറത്താണ്. കണ്ടല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. നിലവിൽ ഇതാണ് ബാത്റൂം, പുറത്താണ് ബാത്റൂം ഉള്ളത്. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 62 38 63 24 17. ബാത്റൂം കണ്ടല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപാടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
നിങ്ങളറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഷെയർ കൊണ്ട് ചില വിഷമിക്കുന്ന കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു ഷെയർ അത് ഒരു പക്ഷേ ആവശ്യക്കാരിലേക്ക് എത്തുമ്പോൾ അവർ ആ വീട് വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ കണ്ണീരൊപ്പാൻ അത് കാരണമാകുന്നു. ഒരു പക്ഷേ അവർക്കറിയാം ഇനി കയറി കിടക്കാൻ ഇനി ഒരു വാടക വീടല്ലാതെ മറ്റൊരു വീട് ഇല്ലെന്ന് അറിഞ്ഞിട്ടും അവരുടെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ കൊണ്ട് അവർ ആ വീട് വിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു ഷെയറിലൂടെ വിറ്റുകൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ മൈ ഫ്രണ്ട്സ്, താങ്ക് യു.